വെൽക്കം. തഹമനാണ് മൈക്രോബയോളജി വീഡിയോ സീരീസിൽ. ഈ വീഡിയോ നമ്മൾ എൻറ്ററോകോക്കയെ കുറിച്ചിട്ടാണ്. എൻറ്ററോകോക്കൈ അല്ലെങ്കിൽ പണ്ട് ഇതിനെ ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കൈ എന്നും നമുക്ക് ഇപ്പോഴും പറയാം. ഓക്കെ, ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കൈ കൂടിയാണ് ദിസ് എൻറ്ററോകോക്കൈ. സോ എൻറ്ററോകോക്കൈ ഓർ എൻറ്ററോകോക്കസ് ഒരു ഗ്രാം പോസിറ്റീവ് കോക്കൈ ആണ്. സോ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിൽ അതൊരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറൊക്കെ ആയിരിക്കും എടുക്കുക. അതുകൊണ്ടാണ് അതിനെ ഗ്രാം പോസിറ്റീവ് എന്ന് വിളിക്കുക. ആൻഡ് കോക്കൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, റൗണ്ട് ആയിരിക്കണം അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കണം. ആൻഡ് സ്ട്രെപ്റ്റോകോക്ക എല്ലാം ചെയിൻ ലൈക്ക് ആണ്. ട്വിസ്റ്റഡ് ചെയിൻ ലൈക്ക് ആണെങ്കിൽ ഇത് ചെയിൻ ലൈക്ക് ആണ്. ആൻഡ് സാധാരണ രണ്ടെണ്ണം ചേർന്നിട്ട് ഒരു ഡിപ്ലോകോക്കൈ പോലെ ഇരിക്കുന്ന അതൊരു സ്പെക്ടക്കിൾ ഷേപ്പ് ആണ്. സ്പെക്ടക്കിൾ എന്ന് വെച്ചാൽ കണ്ണടയാണ്. സ്പെക്ടക്കിൾ ഷേപ്ഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും ഇതിനകത്ത് കാണുക. ആൻഡ് ഗ്രാം പോസിറ്റീവ് കോക്കൈ എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം വെദർ ഇറ്റ് ഈസ് കാറ്റലൈസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. സോ സ്ട്രെപ്റ്റോകോക്ക എല്ലാം കാറ്റലൈസ് നെഗറ്റീവ് ആയിരുന്നു, കാറ്റലൈസ് നെഗറ്റീവ് ആണ്. സോ ഇതും സ്ട്രെപ്റ്റോകോക്കയിലെ ഗ്രൂപ്പ് ഡിയിൽ പെടുത്തുന്നതുകൊണ്ട് ദിസ് ക്യാൻ ബി കാറ്റലൈസ് നെഗറ്റീവ് ആണ്. കാറ്റലൈസ് പോസിറ്റീവ് ആയിരുന്നു. കാറ്റലൈസ് പോസിറ്റീവ് സ്റ്റെഫലോകോക്ക ആയിരുന്നു. ഇനി നമ്മൾ സ്ട്രെപ്റ്റോകോക്ക എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? നമ്മൾ സ്ട്രെപ്റ്റോകോക്കയെ ക്ലാസിഫൈ ചെയ്ത് അവരുടെ സെൽ വാളിനകത്ത് സെൽ വാളിൽ എന്തായിരുന്നു ഉള്ളത്? സെൽ വാളിലുള്ളത് ഗ്രൂപ്പ് സി കാർബോഹൈഡ്രേറ്റ് വെച്ചിട്ടാണ്. സോ ബ്ലഡ് അഗറിൽ ഹീമോലൈസിസ് ഉണ്ടാക്കുമോ എന്ന് നോക്കിയിട്ടാണ്. അപ്പൊ നമുക്ക് 3 തരം കിട്ടിയെന്ന് നമുക്കറിയാം. ഒന്ന് ഗ്രൂപ്പ് ആൽഫ കിട്ടി, ഒന്ന് ഗ്രൂപ്പ് ബീറ്റ കിട്ടി, ദെൻ ഗ്രൂപ്പ് ഗാമ കിട്ടി. സോ ആൽഫയുടെ പ്രത്യേകത പാർഷ്യൽ ഹീമോലിസിസ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബീറ്റ ഫുൾ ഹീമോലിസിസ് അല്ല, മുഴുവനായിട്ട് ഹീമോലൈസിസ് ഉണ്ടാക്കും. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസും അഗലാക്റ്റിയൊക്കെ നമ്മൾ ഇവിടെയാണ് പറഞ്ഞത്. ദെൻ ഇതോ ഗ്രൂപ്പ് ഗാമ എന്ന് പറയുമ്പോൾ നോ ഹീമോലൈസിസ് ഉണ്ടാക്കാത്തവയാണ്. ഓൺ ബ്ലഡ് അഗർ മീഡിയത്തിൽ ഹീമോലൈസിസ് ഉണ്ടാക്കാത്തവയാണ് നമ്മൾ പറഞ്ഞ ഈ ഗാമ. സോ ഇങ്ങനെ ഹീമോലൈസിസ് ഉണ്ടാക്കാത്ത വിഭാഗത്തിൽ വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന എൻറ്ററോകോക്കൈ. സോ എൻറ്ററോകോക്കൈ ബിലോങ്സ് ടു ദിസ് ഗാമ ഹീമോലിറ്റിക്. സോ അപ്പൊ നമ്മൾ ഇവയെ ഗാമ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഗാമ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കയിൽ വരുന്നതാണ് എൻറ്ററോകോക്കൈ. ആൻഡ് ഇങ്ങനെ ഹീമോലിസിസ് ഉണ്ടാക്കാത്തവയെ നമ്മൾ വീണ്ടും ഒരു 6.5 സോഡിയം ക്ലോറൈഡിൽ ഇട്ട് വളർത്തിയാൽ അവ വളരുമെങ്കിൽ അതാണ് എൻറ്ററോകോക്കൈ. സോ അങ്ങനെ വളരുകയാണെങ്കിൽ ദീസ് ആർ എൻറ്ററോകോക്കൈ ആണ്. പ്രത്യേകിച്ച് എൻറ്ററോകോക്കൈ ഫീക്കാലിസ് എന്ന് പറയുന്നവരുണ്ട്, എൻറ്ററോകോക്കസ് ഫീസിയം എന്ന് പറയുന്നവരുണ്ട്. സോ ഇത് രണ്ടുമാണ് നമ്മൾ എൻറ്ററോകോക്കൈ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. വേറെയും ചിലതൊക്കെ ഉണ്ട്. സോ ഹൈ സലൈൻ കോൺസെൻട്രേഷനിൽ വളരുന്നവയാണ് നമ്മൾ എൻറ്ററോകോക്കൈ എന്ന് പറയും. വേറെയും ചില സ്പീഷീസ് ഉണ്ടെങ്കിലും എൻറ്ററോകോക്കസ് ഫീക്കാലിസ് ആൻഡ് എൻറ്ററോകോക്കസ് ഫീസിയം ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. അപ്പോൾ 6.5% സോഡിയം ക്ലോറൈഡിൽ വളരാത്ത ദീസ് ഗാമ ഹീമോലിസിസ് തന്നെ ഉണ്ടാക്കുന്ന അവയെ നമ്മൾ നോൺ എൻറ്ററോകോക്കൈ എന്നും വിളിക്കും. നോൺ എൻറ്ററോകോക്കൈ ആണ് ഇവ, നോൺ എൻറ്ററോകോക്കൈ. അപ്പൊ അതിന് എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം. ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ഗാലോലിറ്റിക്കസ് ആണ്. ഗാലോലിറ്റിക്കസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഇവയുടെ പഴയ പേര് സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ് എന്നായിരുന്നു. സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ്, പശു, അതൊക്കെയാണ് ബോവിസ്. ഇപ്പൊ ഗാലോലിറ്റിക്കസ് എന്നാണ് അവയുടെ പേര്. അപ്പൊ നമ്മൾ ഗാമ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കയെ നമ്മൾ രണ്ടാക്കി. 6.5% സോഡിയം ക്ലോറൈഡിൽ വളരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എൻറ്ററോകോക്കൈ എന്ന് വിളിക്കുക. ഫിക്കാലിസ് ആൻഡ് ഫീസിയം ആണ് എക്സാമ്പിൾ. രണ്ടാമത്തത് നോൺ എൻറ്ററോകോക്കൈ. അത് 6.5% വളരില്ല, അതിനെ നമ്മൾ നോൺ എൻറ്ററോകോക്കൈ എന്ന് വിളിക്കും. ഇനി ലാൻസ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരം എൻറ്ററോകോക്കൈ, നമ്മൾ പഴയ സ്ട്രെപ്റ്റോകോക്കസിന്റെ വീഡിയോ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എൻറ്ററോകോക്കൈ ആർ ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കൈ ആണ്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ആണ്. ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സോ ദിസ് ഈസ് ഗ്രൂപ്പ് ഡി ആണ്. ഇനി നമ്മൾ എൻറ്ററോകോക്കസ് ഫിക്കാലിസ് ആൻഡ് ഫീസിയം ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്ററോകോക്കൈ എല്ലാം മോട്ടൈൽ ആണോ അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫിക്കാലിസ് ആൻഡ് ഫീസിയം രണ്ടും നോൺ മോട്ടൈൽ ആണ്. സോ ദീസ് ആർ നോൺ മോട്ടൈൽ ആണ്. പക്ഷെ എൻറ്ററോകോക്കസ് ഗാലിനേറിയം അല്ലെങ്കിൽ കാസിസിഫോളിസ്നോ അങ്ങനെയൊക്കെ പറയുന്ന ചിലത് മോട്ടൈൽ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. സോ ഇത് രണ്ടും നോൺ മോട്ടൈൽ ആണ്. ഇനി അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്ന 3 ചോദ്യങ്ങളായിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് മോട്ടിലിറ്റി, 2 സ്പോർ ഫോമിംഗ്, വെദർ ദിസ് ഈസ് സ്പോർ ഫോമിംഗ് ആണോ
ആണോ അല്ലയോ എന്ന് ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ നോൺ സ്പോർ ഫോമിങ്. സ്പോർ ഉണ്ടാക്കുന്നത് അല്ല ഈ ബാക്ടീരിയ എന്ന് പറയാം. സോ ദീസ് ആർ നോൺ മൊട്ടൈൽ ആൻഡ് ഓൾസോ നോൺ സ്പോർ ഫോമിങ് ആണ്. അപ്പൊ ഇനി കൾച്ചർ മീഡിയ ആൻഡ് ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ പറയാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബയൽ എസ്കുലിൻ മീഡിയം, ബയലിനകത്ത് വളരും എന്ന് മനസ്സിലാക്കുക. ബയൽ എസ്കുലിൻ AESCULIN ബൈ എസ്കുലിൻ അഗർ മീഡിയം. ബയൽ എസ്കുലിൻ അഗർ മീഡിയയിൽ വളർത്തി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ കോളനീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ബ്ലാക്ക് കളർ കോളനീസ് നമുക്ക് കിട്ടും. ഇപ്പൊ 40% ബയലിൽ ഇത് വളരും എന്നുള്ളതാണ്. സോ ബയൽ എസ്കുലിൻ മീഡിയത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത് ഹൈഡ്രോളിസിസ് നടക്കും. ഹൈഡ്രോളിസിസ് നടന്നിട്ട് ഉണ്ടാകുന്നത് വൺ ഈസ് എസ്കുലെറ്റിൻ എന്ന് പറയുന്ന സ്പെല്ലിംഗ് നോക്കിയേക്കണം. AE ഒക്കെ ഉണ്ട്. എസ്കുലെറ്റിൻ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഡെക്സ്ട്രോസും കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ മീഡിയത്തിനകത്ത് നമുക്കറിയാം ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് സംഭവമുണ്ട്. ഈ ഫെറിക് ക്ലോറൈഡും എസ്കുലെറ്റിനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഫെറിക് ക്ലോറൈഡ് പ്ലസ് എസ്കുലെറ്റിൻ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കളറാണ്, റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന കളറാണ് ബ്ലാക്ക് കളർ. ഓക്കെ, അതാണ് ഒരെണ്ണം. രണ്ടാമത്തതിന് മക്കോങ്കി മീഡിയത്തിൽ അഗർ മീഡിയത്തിൽ വളർത്തി കഴിഞ്ഞാൽ ഒരു മജന്ത അല്ലെങ്കിൽ പിങ്ക് കളർ കോളനീസ് ആയിട്ടായിരിക്കും ഇത് വളരെ. ഇനി ഒരു ടെസ്റ്റ് ഉള്ളത് PYR ടെസ്റ്റ് ആണ്. PYR ടെസ്റ്റുകൾ നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ പറഞ്ഞാണ്. PYR ടെസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ ദിസ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ആണ്. ദിസ് എൻട്രോകോക്കയ്ക്ക് ഇത് പോസിറ്റീവ് ആണ്, ലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഇനി ദീസ് ആർ ഫാക്കൽറ്റേറ്റീവ് എനൈറോബ് ആണ്. ഫാക്കൽറ്റേറ്റീവ് എനൈറോബിൽ വരുന്നതാണ്. ആൻഡ് സാധാരണ ഇത് വളരെ അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് GI ട്രാക്റ്റിലാണ്. നമ്മുടെ GI ട്രാക്റ്റ് ആണ് ഇതിന്റെ ഹാബിറ്റാറ്റ്. സാധാരണ അവിടെ ഒരു കമൻസിലാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വളരും. പക്ഷെ സം GI സർജറീസ് ഓർ സം ചാൻസ് ടു അഫക്ട് അങ്ങനെ പറ്റി കഴിയുമ്പോഴാണ് പ്രശ്നം. ദിസ് ക്യാൻ കോസ് വെരി സിവിയർ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് വളരുന്ന ആൾക്കാർ സർജിക്കൽ വൂണ്ട് ഇൻഫെക്ഷൻസോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻഫെക്ഷൻസ് എങ്ങനെയെങ്കിലും ഇത് ഇൻഫെക്റ്റീവ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഉണ്ടാകുന്നത് IV ഡ്രഗ് അബ്യൂസ്കാരിലാണ്. IV ഡ്രഗ് അബ്യൂസ്കാരിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡഡ് വാൽവ് എൻഡോകാർഡൈറ്റിസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് IV ഡ്രഗ് അബ്യൂസേഴ്സിൽ. ഈ എൻട്രോകോക്കയുടെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രധാന പ്രശ്നം റെസിസ്റ്റൻസ് ആണ്. പെട്ടെന്ന് റെസിസ്റ്റന്റ് ആവുന്നുണ്ട്, റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്സ്. അതാണ് ഇവയെ അപകടകാരിയാക്കുന്ന പ്രശ്നം. ഇപ്പോൾ സാധാരണ പെൻസിലിൻസ് അല്ലെങ്കിൽ സെഫാലോസ്ഫോറിൻസ്, സോ ഇവയുടെയൊക്കെ തന്നെ ഇൻട്രിൻസിക്കലി റെസിസ്റ്റന്റ് ആണ് എൻട്രോകോക്കൈ. സോ ഇതുമൂലം നമ്മൾ ഏറ്റവും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാം. നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കുക. ദെൻ സബ് അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് ഉണ്ടാക്കാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ദെൻ ബീലിയറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. സോ കോളിസിസ്റ്റൈറ്റിസ് എക്സാമ്പിൾ ആണ്. കോളിസിസ്റ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ ഈ റെസിസ്റ്റൻസ് വരാൻ കാരണം എന്താ? അവിടെ സെൽ വാളിനകത്ത് പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ടെന്ന് അറിയാം. ആ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുമ്പോൾ NAG ഉണ്ട്, NAM N-അസറ്റൈൽമുറാമിക് ആസിഡ് ഉണ്ട്. ഈ N-അസറ്റൈൽമുറാമിക് ആസിഡിന്റെ ഒരു 5 അമിനോ ആസിഡ് ഉള്ള ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടെന്ന് നമുക്കറിയാം. സോ ഈ പോളിപെപ്റ്റൈഡ് ചെയിനിൽ അവസാന രണ്ടും ഡി അലാനാണ്. ഡി അലാനാണ്. പക്ഷെ ഇവയിൽ ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റം വന്നിട്ട് ഒരെണ്ണം ഡി അല, രണ്ടാമത്തത് ഡി ലാക്ടേറ്റ് ആകാം, അല്ലെങ്കിൽ ഡി അല ഡി സെറിൻ. സോ അവസാനത്തെ അമിനോ ആസിഡ് മാറ്റി ലാക്ടേറ്റോ സെറിനോ ഒക്കെ ആക്കും ഈ ഇവ. അതുകൊണ്ടാണ് നമ്മുടെ മരുന്നുകൾക്ക് ഇപ്പോൾ വാങ്കോമൈസിനോ ഒന്നും പിടിക്കാൻ പറ്റില്ല, പെൻസിലിനൊന്നും ഇവിടെ ഒന്ന് ആക്ട് ചെയ്യാൻ പറ്റാത്ത പരുവത്തിലേക്ക് ഇത് വരും. സോ അപ്പോൾ നമ്മൾ പെൻസിലിൻ പ്ലസ് അമിനോ ഗ്ലൈക്കോസൈഡ് ആയിരിക്കും സാധാരണ രീതിയിൽ കൊടുക്കുക. അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആണെങ്കിൽ വിൽ ഗോ ഫോർ വാങ്കോമൈസിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആയിരിക്കും കൊടുക്കുക. വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ VRE, വാങ്കോമൈസിനോട് റെസിസ്റ്റൻസ് വരുമ്പോൾ VRE ബിക്കോസ് ഓഫ് വാൻജീൻ മൂലമാണ് വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് വരിക. വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് എൻട്രോകോക്കൈ ആണെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാവുന്ന മരുന്നുകൾ ലിനസോളിഡ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡാപ്റ്റോമൈസിൻ പോലെയുള്ള മരുന്നുകൾക്കായിരിക്കും നമ്മൾ കൊടുക്കുക. സോ റെസിസ്റ്റൻസ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് ഓർ പ്രശ്നം. അപ്പോൾ നോൺ എൻട്രോകോക്കയെ കുറിച്ചിട്ട് 2 വാക്ക് കൂടി പറഞ്ഞ് നമുക്ക് എഴുതാം. നോൺ എൻട്രോകോക്കയിൽ പറയാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ട്രെപ്റ്റോകോക്കസ് ഗാലോലിറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇതിനകത്ത്. സോ ഇതിനെ മീഥൈൽ ഗാലേറ്റിനെ ഹൈഡ്രോളിസിസ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് സ്ട്രെപ്റ്റോകോക്കസ് ഗാലോലിറ്റിക്കസ് എന്നാക്കിയത്. പഴയ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ് എന്നായിരുന്നു എന്ന് പറയും. സോ ഇവയും GI ട്രാക്കിൽ തന്നെയുള്ളതാണ്. പക്ഷേ ഇവയ്ക്ക് ക്യാപ്സ്യൂൾ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ക്യാപ്സ്യൂൾ. ദെൻ സെൽ സർഫസിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൈലൈ എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ട്. ഫിലമെന്റസ് സെല്ലുലോയിഡ് ലൈക്ക് സ്ട്രക്ചർ
സ്ട്രക്ചറാണ് പൈലി എന്ന് പറയുന്നത്. സോ ഡാമേജ് ടിഷ്യൂവിൽ അല്ലെങ്കിൽ കൊളാജൻസ് ഓർ ബയോഫിലിം ഒക്കെ എക്സ്പോസ് ആയെങ്കിൽ അവിടെ പോയി ഒട്ടിച്ചേരുന്നു. ആൻഡ് അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരെണ്ണം ഈസ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ആണ്. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. ആൻഡ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദിസ് ഇസ് ഫൗണ്ട് ഇൻ കോളൺ ക്യാൻസർ അല്ലെങ്കിൽ GI ക്യാൻസറിലെല്ലാം ഇവയുടെ പ്രസൻസ് ധാരാളമായി കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇവയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം. ആൻഡ് മരുന്നുകൾ നമ്മൾ കൊടുക്കുക. 3rd gen സെഫാലോസ്പോറിൻ നമുക്ക് കൊടുക്കാം. ദെൻ പെൻസിലിൻ പ്ലസ് അമിനോഗ്ലൈക്കോസൈഡ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇവ കൊടുക്കുക. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മരുന്നുകൾ. സോ ദിസ് ഓൾ അബൌട്ട് എൻഡ്രോകോക്കൈ ആൻഡ് നോൺ എൻഡ്രോകോക്കൈ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.